അതിർത്തിയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തുടർച്ചയായി ഭീകരാക്രമണം ഉണ്ടായിട്ടും സേനാ വിഭാഗങ്ങളിൽ ഒഴിവ് നികത്താതെ ഒളിച്ചു കളിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കരസേനകൾ മാത്രം ഒഴിഞ്ഞുകിടക്കുന്നത് 1,84,000 ഒഴിവുകളാണ്. ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കാതെ രാജ്യസ്നേഹം വിളവുന്ന തിരക്കിലാണ് പ്രധാനമന്ത്രിയും പരിവാരങ്ങളും. ആൾബലം കൊണ്ടും പോരാട്ട വീര്യം കൊണ്ടും ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിന്ന ഇന്ത്യൻ കരസേനയിൽ അംഗബലം ഇപ്പോൾ തീരെ കുറവാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ രേഖകൾ വ്യക്തമാക്കുന്നത്. സ്ഥിര നിയമനം ഒഴിവാക്കാൻ 2022 ആരംഭിച്ച അഗ്നിവീർ പദ്ധതിയിലൂടെ സൈനികരുടെ കുറവ് പരിഹരിക്കാമെന്നുള്ള പൊള്ളയായ വാദവും 1.84 ലക്ഷത്തിലേറെ സൈനികരുടെ കുറവെന്ന ഗുരുതരമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 10% നിയമനം കഴിഞ്ഞ വർഷം തന്നെ വെട്ടിക്കുറച്ചിരുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സമർപ്പിച്ച കണക്കനുസരിച്ച് 12.48 ലക്ഷമാണ് കരസേനയുടെ ഇപ്പോഴത്തെ അംഗബലം. അനുവദിക്കപ്പെട്ട എണ്ണത്തിൽ 2 ലക്ഷത്തിലേറെ കുറവാണിത്. 2024 ഒക്ടോബറിലെ കണക്ക് പ്രകാരം ഹവിൽദാർ മുതൽ ലഫ്റ്റനന്റ് റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ 92,500 പേരുടെ കുറവുണ്ട്. നിരവധി ജവാന്മാർക്കാണ് ഈ കാലയളവിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. മറ്റു സേനാ വിഭാഗങ്ങളിലും കണക്കുകൾ വ്യത്യസ്തമല്ല. 50,538 ഓഫീസ് ഉദ്യോഗസ്ഥർ ആവശ്യമുള്ളിടത്ത് 42,000 പേരാണുള്ളത്. അതിർത്തിയിൽ ഭീകരരുടെ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലും ഇത് നികത്തിയിട്ടില്ല. കോവിഡ് മുതൽ 2022 വരെയുള്ള 2.5 വർഷ കാലയളവിൽ കരസേനയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടില്ല. 2026 വരെയുള്ള റിക്രൂട്ട്മെന്റുകളുടെ എണ്ണവും ഗണ്യമായി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഒരു വർഷം 40,000 നിയമനങ്ങൾ അഗ്നിവീർ പദ്ധതിയിലൂടെ നടക്കുമ്പോൾ വിരമിക്കുന്നത് 70,000 പേരാണ്. നിലവിലുള്ള സൈനികരിൽ 50,000 പേരെ 5 വർഷമായി കിഴക്കൻ ലഡാക്കിലെ നിയന്ത്രണ രേഖയിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇവർക്ക് കൃത്യമായ സ്ഥലം മാറ്റം ലഭിക്കാത്തതും സേനയുടെ ആത്മവിശ്വാസം തകർക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.